Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop. അപ്പൊ മാം ഈ വർഷം ഈ ഒരു രംഗത്തേക്ക് വന്നിട്ട് എത്ര വർഷത്തോളായി? ഞാൻ ഈ രംഗത്തേക്ക് വന്നത് 35 കൊല്ലായി. അതെയോ, 5 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ മേഖലയിൽ അല്ലെ? ഭയങ്കര അപ്പൊ ഈ രംഗത്ത് ഇപ്പൊ വെച്ചാൽ ഒരുപാട് സ്ത്രീകൾ ഇതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലഘട്ടത്തില് സൗന്ദര്യം എന്ന് പറഞ്ഞാല് അല്ലെ, എല്ലാരും സുന്ദരികളും സുന്ദരന്മാരുമാണ് ഇന്നത്തെ കാലത്ത്, പണ്ട് കാലം പോലെയല്ല. അപ്പൊ ഈ രംഗത്തേക്ക് വരുന്ന പുതിയ തലമുറയിലെ ആളുകളോട് മാമിന് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ആദ്യം ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം നമ്മള് ഏറ്റവും സ്ത്രീകൾക്ക് ഉചിതമായ ഒരു തൊഴിലാണ് ഈ ബ്യൂട്ടീഷ്യൻ എന്ന് പറയുന്നത്. പഴയ കാലത്ത് ആൾക്കാർക്ക് അത്ര തൃപ്തരല്ല, പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പുതിയ പുതിയ ടെക്നോളജിയും ഒക്കെ വന്ന് ആൾക്കാർക്കൊക്കെ ഈ ഫീൽഡോട് ഭയങ്കര താല്പര്യമാണ്. പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടവും ഈ തൊഴിലിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അവര് ഇതിൽ കൂടി എന്താണ് അവര് സ്വന്തമായി ഒരു തൊഴിൽ ചെയ്ത് സ്വയം പൈസ ആർജിക്കാൻ അവർക്ക് ഇഷ്ടമാണ്. അതാണ്. പിന്നെ ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ലിമിറ്റ് ഒന്നുമില്ല അല്ലെ, ഏജ് ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് എത്ര കാലം വേണമെങ്കിലും റിട്ടയർമെന്റ് ഇല്ല, നമുക്ക് ഏത് കാലത്ത് വേണമെങ്കിലും ജോലിയിൽ ചെയ്യാം. പിന്നെ വളരെ സുരക്ഷിതമായിട്ടല്ലേ, സ്ത്രീകൾ മാത്രം ഇടപഴകുന്ന ഒരു മേഖലയാണ്. സുരക്ഷിതമായിട്ട് തന്നെ സ്ത്രീകൾക്ക് വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് അല്ലെ? അതെ. 10ാം ക്ലാസ് ആണ് ഇതിന്റെ പഠനം ആദ്യം പറയുന്നത്. പക്ഷെ ഇന്ന് ഡിഗ്രി പഠിച്ചവരും, ഞാൻ ഡിഗ്രി പഠിച്ച കുട്ടികളെയും പല വലിയ വലിയ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികളെയും ഒക്കെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാന് ഒരുപാട് കാലം ഈ ഫീൽഡിനകത്ത് ഡ്രസ്സ് ചെയ്തിട്ടും മേക്കപ്പ് ചെയ്തിട്ടും അത് അവർക്കും അവരെ കുട്ടികൾക്കും 1-2 കുട്ടികളെയും ഞാൻ ഡ്രസ്സ് ചെയ്തു. ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ താങ്ക് ഗോഡ്. എന്തായാലും നന്നായിട്ടിരിക്കട്ടെ. ഇപ്പൊ ഈ ഒരു ന്യൂ ഇയർ പ്രമാണിച്ച് നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ഓഫർ കാര്യങ്ങളൊക്കെ ഡ്രീംഗേൾ കൊടുക്കുന്നുണ്ടോ? ഞങ്ങള് എപ്പോഴും അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഓഫർ കൊടുക്കുന്നില്ല. നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് അവർക്ക് നമ്മൾ എത്രയോ റെഡ്യൂസ് ചെയ്തിട്ടാണ് പൈസയൊക്കെ കൊടുക്കുന്നത്. പിന്നെ അവരെ ഇഷ്ടങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. അല്ലാതെ മറ്റുള്ള ചില ബ്യൂട്ടീഷ്യൻസിനെ പോലെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയത് എന്താണ് അത് ചെയ്തു കൊടുക്കുക ഒരിക്കലും അല്ല. അവരുടെ സ്കിന്നിന് എന്താണ് ഉചിതമായത് നമ്മൾ കൊടുക്കേണ്ട. ഒരു ബിസിനസ് മൈൻഡ് മാത്രമല്ല, നമ്മുടെ വരുന്ന കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം അതാണ് നിങ്ങൾ അതനുസരിച്ച് നല്ലൊരു ഇയർ ആവട്ടെ. ഈ വർഷം ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ വരട്ടെ. മാമിനെ എപ്പോഴും ഇതുപോലെ ഒരുപാട് വർഷം ഈ ഒരു ഫീൽഡിൽ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയുണ്ട് ഈ വർഷത്തെ വർക്കെല്ലാം? ഇത് അല്ല, പുതിയൊരു ദിവസമാണ് ഇന്ന്. എങ്ങനെയുണ്ട് നമ്മളെ മാം? എങ്ങനെയുണ്ട് നമ്മളെ പാർലർ? എങ്ങനെയുണ്ട്? സൂപ്പറാണ് അല്ലെ? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. എങ്ങനെയുണ്ട് വർക്കെല്ലാം ഉണ്ടായിപ്പോ? കുറെ വർഷമായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? നിങ്ങള് 5.5 വർഷം ഇവിടെ? 3.5 വർഷമായി. അപ്പൊ എന്തായാലും ഈ ഒരു വർഷം നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ, നല്ലൊരു പ്രോഗ്രസ് ഒക്കെ ഉണ്ടാവട്ടെ ജീവിതത്തിൽ എല്ലാവർക്കും. ഹാപ്പി ന്യൂ ഇയർ.